പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ തപസ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞായറാഴ്ച ദിവസത്തെ ആചരണം. സാധാരണ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നതാണ് തപസ് കാലങ്ങളിൽ മുടങ്ങാതെ അനുദിന ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് ഞായറാഴ്ച കർത്താവിന്റെ ദിവസമാകുമ്പോൾ അതിന് ഇരട്ടി അഭിഷേകം കിട്ടുകയാണ്. ഇത് കർത്താവിന്റെ ദിവസമാണ്, വിശുദ്ധ കുർബാനയുടെ ദിവസമാണ്, നമ്മളെ രക്ഷിക്കപ്പെട്ടതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പള്ളിക്കുന്ന് ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ ബലികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കർത്താവ് നൽകുന്ന ഒരു മെസ്സേജ് ഇങ്ങനെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട മക്കൾക്ക് വേണ്ടി വിടുതൽ കൊടുക്കാനാണ്. മയക്കുമരുന്നിന് എന്ന ദുശീലത്തിന് അടിമപ്പെട്ടവര്, മദ്യപാനം എന്ന ദുശീലത്തിന് അടിമപ്പെട്ടവര്, ലൈംഗികമായ വ്യഭിചാരം എന്ന ആ ദുശീലത്തിന് അടിമപ്പെട്ടവര്, സ്വവർഗഭോഗത്തിനും സ്വയംഭോഗത്തിനും അടിമപ്പെട്ടവര്, മൃഗങ്ങളുമായിട്ട് വല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ദ്വര എന്ന പിശാച് ബാധയുള്ളവര്, അതുപോലെ അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ അരാജകത്വങ്ങളെയും, പിന്നെ സുബോധമില്ലാതെ വീട്ടിലിങ്ങനെ കലഹങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു തിന്മയുടെ അരൂപിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ, കുടുംബത്തിന് പെട്ടെന്ന് സ്വഭാവത്തിലുണ്ടായ മാറ്റം മൂലം കുടുംബത്തിന്റെ അന്തസ്സിന് അനുസരിച്ച് പെരുമാറാത്ത അവസ്ഥകൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവയെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലെ കലഹങ്ങളും, നിങ്ങൾ ജീവിക്കുന്ന, നിങ്ങൾക്ക് ദൈവം ജീവിക്കാൻ തന്നിരിക്കുന്ന ഭവനത്തിൽ ജീവിക്കാൻ പറ്റാതെ ആയിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളെയും ബന്ധിക്കുക. നിരന്തരമുള്ള കലഹങ്ങള്, നിരന്തരമുള്ള നിരാശകള്, നിരന്തരമുള്ള രോഗങ്ങള്, നിരന്തരമുള്ള സാമ്പത്തിക പ്രയാസങ്ങള്, നിരന്തരമുള്ള ഇങ്ങനെ ഉയർച്ചയില്ലാത്ത അവസ്ഥകള്, യേശുനാമത്തിൽ ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ആഗ്രഹിക്കുന്ന ജോലി തടസ്സങ്ങള്, ജോലിയില്ലാതെ വിഷമിക്കുന്ന യുവതിവാക്കന്മാര്, പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള ജോലി കിട്ടാതെ വിഷമിക്കുന്നവര്, വിസ കിട്ടാതെ വിഷമിക്കുന്നവര്, അതുപോലെ തന്നെ ഇപ്പൊ കിട്ടുന്നവന് പണമൊക്കെ അടച്ച് കാത്തിരുന്നിട്ട് അത് കിട്ടാതെ വിഷമിക്കുന്നവര്, OET IELTS PSC എക്സാം ഒക്കെ എഴുതിയിട്ടും അതിൽ രക്ഷപ്പെടാൻ പറ്റാതെ വേദനിക്കുന്നവര്, എന്റെ കുഞ്ഞിന് നല്ലൊരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും അവരുടെ നിരന്തരം അവരാഗ്രഹിക്കുന്ന പോലെ നടക്കാതെ വരിക. കുഞ്ഞുങ്ങൾ ഇങ്ങനെ ധിക്കാരപരമായ പെരുമാറ്റങ്ങളിലേക്ക് കടന്നു വരുന്ന കുടുംബങ്ങളുണ്ട്. അനുസരണക്കേടുകൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട് മാതാപിതാക്കൾ ആകെ വിഷമിക്കുക. ഇങ്ങനെ ബൈക്ക് ഓടിച്ചും വീട്ടിൽ പറയാതെയും പാതിരാത്രിയിലൊക്കെ മടങ്ങി വരികയും, ഇതൊരു പൈശാചികമായ പീഡ ആധുനിക ലോകത്ത് കടന്നു വന്നിരിക്കുക. സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്ന കുറെ പിശാചുബാധകളുണ്ട്. സിനിമകൾ, ഇപ്പോഴത്തെ മോഡേൺ സിനിമകളിലുള്ള അക്രമങ്ങളും മദ്യപാനങ്ങളും മയക്കുമരുന്നുകളും വ്യഭിചാരത്തിന്റെ ദുർബോധത്തെ നിസാരവൽക്കരിക്കലും നമ്മുടെ കുടുംബങ്ങളെ ഒരു പിശാചുബാധയെ വന്നിരിക്കുക. അപ്പൊ അതിലെ സംവിധായകന്മാരും പ്രൊഡ്യൂസർമാരും പലരും തന്നെ സാത്താൻ സേവ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവരിലൂടെ ഇവിടുത്തെ കുടുംബങ്ങള് തകർക്കപ്പെടണമെന്ന് പിശാച് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. അവര് ധാർമ്മികതയ്ക്ക് പകരം യുവജനങ്ങളെ കിളിപ്പെടുത്തുന്ന, യുവജനങ്ങളെ ആ ഉന്മോദാവസ്ഥയിലാക്കുന്ന ആ ഡയലോഗുകളും സിനിമകളൊക്കെ പിടിച്ച് ഇവിടുത്തെ ഈ സമൂഹത്തെ തകർക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന, മത സാംസ്കാരിക മേഖലകളെ തകർക്കാൻ അവരിപ്പോ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ പിശാചുക്കൾ ബന്ധിക്കപ്പെടണം. ആ പിശാചുക്കൾ നമ്മൾ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. TV ചാനലുകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ TV-യിൽ ഇങ്ങനെ വാർത്താ ചാനലിന്റെ സമയത്ത് ഭയങ്കര അറിവുള്ളവരെന്ന നാട്യത്തോടു കൂടി നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിൽ നമ്മുടെ മസ്തിഷ്കത്തില് പിശാചിനെ കൊണ്ടുവന്നിടുന്ന ദുഷ്ടശക്തികളുണ്ട്. അവരെല്ലാം തകർത്ത് തരിപ്പണമായാലേ നിങ്ങളുടെ മക്കള് രക്ഷപ്പെടുകയുള്ളൂ, ഈ സമൂഹം രക്ഷപ്പെടുകയുള്ളൂ. കഞ്ചാവ് ഉപയോഗിക്കുന്നതും, ലഹരി ഉപയോഗിക്കുന്നതും, മദ്യം ഉപയോഗിക്കുന്നതും,
മാതാപിതാക്കൾ അറിയാത്ത ബന്ധങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും ഇതേപോലുള്ള വിഷയങ്ങള് നമ്മുടെ കുടുംബ ഭദ്രത തകർക്കും. കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ ചില ഗവൺമെന്റിൽ കുറെ ആൾക്കാരുണ്ട്, അങ്ങനെ മദ്യഷാപ്പുകൾ ഇങ്ങനെ കൂടുതൽ 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 കൊടുത്ത് ഈ രാജ്യത്തെ തകർക്കാൻ, നാടിനെ തകർക്കാൻ ഒരൊളുപ്പില്ലാതെ കൈക്കൂലി വാങ്ങിച്ച് ഇങ്ങനെ മദ്യമാഫികൾക്ക് അടിമപ്പെടുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അവർ പിശാച് ബാധിതരാണ്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ രാജ്യത്തെ തകർക്കലാണ്, നമ്മുടെ കുടുംബങ്ങളെ തകർക്കലാണ്, നമ്മുടെ യുവജനങ്ങളെ തകർക്കലാണ്. ആ പൈശാചിക ശക്തികളെ യേശു നാമത്തിൽ ബന്ധിക്കണം. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അത് വചനം കേൾക്കുന്നതിന് വേണ്ടി നമുക്കത് കരമുയർത്തി ഒന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. ഞങ്ങളുടെ നാടിന്റെ മേല്, ദേശത്തിന്റെ മേല്, കുടുംബത്തിന്റെ മേല്, ഞങ്ങളുടെ ലീഡേഴ്സിന്റെ മേല് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കം ഹോളി സ്പിരിറ്റ്, vieni spirito santo, scendi, 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 vieni spirito di Dio, spirito di amore, scendi su di noi. പ്രിയപ്പെട്ട മക്കളെ, ഈ ഞായറാഴ്ച ദിവസം കർത്താവ് തന്ന വചനം ഇതാണ്. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ തിരുവചനമാണ്. വചനം ഇങ്ങനെയാണ്: അബ്രാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അബ്രഹാമായിട്ടില്ല. ദൈവവിളി സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അബ്രഹാമായിട്ട് മാറണത്, വിശ്വാസികളുടെ പിതാവായി മാറണത്. ദൈവം അബ്രാത്തിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്കൊരു പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഈ തപസ് കാലത്ത്, ഈ ഞായറാഴ്ച കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശമാണ്, അബ്രാമിലൂടെ ലഭിച്ച സന്ദേശമാണ്. ഭയപ്പെടേണ്ട. ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം, കർത്താവ് നിന്റെ പരിചയമാണ്. നീ അനുദിന ഡെലിവറൻസിൽ പങ്കെടുത്ത് ഈ പ്രാർത്ഥന നീ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിനക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. പറഞ്ഞേ ആമേൻ. ഈ വചനത്തോടെ നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. മക്കളെ, അച്ഛൻ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾ ഈശോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ? സ്പിരിറ്റോ del Signore, Spirito di Dio Padre, Figlio e Spirito Santo, Santissima Trinità, Vergine Immacolata, Angeli, Arcangeli e Santi del Paradiso, scendete su di questo popolo, fondili Signore, plasmili Signore, riempili Signore, usali Signore, caccia via da loro tutte le forze del male. എല്ലാ ദുഷ്ടാരൂപികളെയും യേശുനാമത്തിൽ ബന്ധിക്കുക. Annientale, distruggere, perché questo popolo possono stare bene e operare bene. ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളും അങ്ങോട്ട് വിട്ടുമാറട്ടെ. Caccia via da loro i malefici, le stregonieri, le magie nere, le messe nere, le fatture, le legature, le maledizioni, il malocchio, i riti satanici, i culti satanici, la consacrazione a Satana. Spezza ogni legame con Satana, con tutte le persone legate a Satana, vive o defunte. Caccia via da loro l'infestazione diabolica, la possessione diabolica, l'ossessione diabolica, tutto ciò che è male, peccato, invidia, gelosia, perfidia, la malattia fisica, malattia psichica, morale, spirituale, diabolica. Brucia tutti questi mali nell'inferno, perché non abbiano mai più toccare questo popolo e nessun altro creato al mondo. വിളിച്ചുകൊണ്ടിരുന്ന ഈശോയെ 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 എന്ന് വിളിച്ച മക്കളെ, ordino il comando con la forza di Dio Onnipotente, nel nome di Gesù Cristo Salvatore, per l'intercessione della Vergine Immacolata, col potere che ho, che dalla Chiesa benché indegno a tutti gli spiriti immondi, tutte le presenze che molestano questo popolo, di lasciarli immediatamente, di lasciarli definitivamente, di andare in inferno eterno
in Catanati da San Michele Arcangelo e da San Gabriele, da San Raffaele, dai nostri angeli custodi, scacciati sotto il calcagno della Vergine Santissima Immacolata. എല്ലാവരും സ്തുതിച്ചേ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, ഇരുട്ട്, ബാധ, തിന്മ, രോഗങ്ങൾ, തടസ്സങ്ങൾ യേശുനാമത്താൽ ഈ നിമിഷം വിട്ടുമാറട്ടെ. അത്ഭുതകരമായ വിടുതൽ. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. നിരന്തരം നിങ്ങൾ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. 21-ാം തീയതി ഗാഗുൽത്ത എന്ന് പറയുന്ന തൃശ്ശൂരുള്ള ഒരു ധ്യാന കേന്ദ്രത്തില് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ അതിൽ പങ്കെടുക്കുന്ന ഏകദേശം 500-ഓളം പേര് വരുമെന്നാണ് അവർ പറഞ്ഞത്. അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ മറ്റൊരു ശുശ്രൂഷ അച്ഛന് വേണ്ടി ക്രമീകരിക്കപ്പെടുന്നത് 27, 28, 29 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലാണ്. ഡെലിവറൻസിന്റെ ഒരു ശുശ്രൂഷ. അവിടെ നിന്ന് സാത്താൻ സേവകളും പിശാചിന്റെ ബാധകളും തടസ്സങ്ങളും ബന്ധനങ്ങളും നിരാശകളും കുടുംബ തകർച്ചകളുമെല്ലാം യേശു നാമത്തിൽ വിട്ടുമാറണം. തൃശ്ശൂർ രൂപതയിലെ ഒരു പള്ളിയാണ്. അതുകൊണ്ട് അവിടുത്തെ മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തൃശ്ശൂർ രൂപത മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ദിവസങ്ങളിൽ ആ രൂപത മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടുത്തെ വികാരിയച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും ആ 27, 28, 29 ദിവസങ്ങളിലെ ആ ഒരു ഡെലിവറൻസിന്റെ ശുശ്രൂഷയിലൂടെ ആ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.